ഹേ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ആടാണ്. ഒരു കോഴി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ കോഴി ചാവുന്നു, അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടുന്നു. അങ്ങനെ ഒരു ഗെയിം നമ്മൾ അത് കാണാറുണ്ട്. അതിന് പല ആർട്സുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതെന്താണ് സംഭവം എന്നാണ് ഇതിനകത്തിൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇതിനകത്തിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ഗെയിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു കോഴിയുണ്ട്. ആ ഒരു കോഴി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പം അവിടെ ആയിട്ട് ഒരു റോഡാണ്. ആ റോഡിനകത്തിൽ കുറേ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കോളം ചാടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ റിവാർഡ്സ് കിട്ടുമെന്നാണ് ഈ ഒരു ആർട്സിലൊക്കെ കാണുന്നത്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോളം ചാടുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ 1x 2x 3x അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് ഡിഫിക്കൽറ്റി ലെവലിൽ ചൂസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഒരു റോഡിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഏതെങ്കിലും കാർ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ടാൽ അത് നമ്മളത് ഹിറ്റ് ആവാതല്ല, നമ്മൾ ആ കോഴിയാണെന്നുണ്ടെങ്കിൽ അത് ഇടിക്കാതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ഗെയിമാണ്. അപ്പം ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് കോളത്തിലേക്ക് ചാടാൻ നേരത്താണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാവാറുണ്ട്. അപ്പം അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നോക്കി കളിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോളത്തിലാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി അത് പോയി കഴിയുമ്പോൾ ഓൺ ദ സ്പോട്ട് മില്ലി സെക്കൻഡ്സ് വ്യത്യാസത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജമ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സേഫായിട്ട് തന്നെ ആ ഒരു കോളത്തിലാണെന്നുണ്ടെങ്കിൽ കോഴി വന്ന് നിൽക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ സെക്കൻഡ് കോളത്തിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ആ ഒരു വണ്ടി പോകുന്ന ടൈമായി നോക്കിയിട്ടാൽ പെട്ടെന്ന് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാടുക. അപ്പം ഈ ഒരു ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ വേണം, നല്ല ടൈമിംഗ് വേണം. നമ്മൾ ടൈമിംഗ് നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിനകത്ത് ഈ ഒരു കോഴി കറക്റ്റായിട്ട് തന്നെ പോകുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൺലൈൻ ഗെയിം ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, നല്ല ലാഗ് ഇല്ലാതെ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഇപ്പോൾ നമ്മൾ PUBG ഫ്രീ ഫയർ ഒക്കെ പണ്ട് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നെറ്റ് ലാഗ് ഉണ്ടെങ്കിൽ നല്ലതുപോലെ ആണെന്നുണ്ടെങ്കിൽ ലാഗ് ആകുമായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഗെയിമിനകത്തിൽ ആ ഒരു ഇൻപുട്ട് വരുന്നതല്ല. അപ്പോൾ അതേപോലെ ഈ ഒരു ഗെയിമിനകത്തിലും ഇൻ്റർനെറ്റ് കണക്ഷൻ സ്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും ആ കോഴി ചാടുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു വണ്ടി വന്ന് വേണമെങ്കിൽ ഈ ഒരു കോഴി ഇടിക്കാം. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഗെയിമിനകത്തിൽ ഈ ഒരു കോഴിയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ റിവാർഡ്സ് ഇതിന് കൂടി വരും. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യം, ഇപ്പം ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിയെ മാക്സിമം ഒത്തിരിയും കോളങ്ങൾ കൊണ്ട് ചാടിക്കാൻ നോക്കും. അപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിസ്ക് ആണ്. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴി ചിലപ്പോൾ വണ്ടിക്ക് അതിൽ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ടിൽ അതിൽ റിവാർഡ്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് അതുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴി മുന്നോട്ട് ചാടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 3-4 വട്ടം മാത്രമേ ചാടിക്കാവൂ ഈ കോഴി. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിവാർഡ് കിട്ടണം. അപ്പോൾ നിങ്ങൾ ഈസി മോഡ് ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ വലിയ റിവാർഡൊന്നും കിട്ടില്ല. പക്ഷേ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ് കോർ എന്നുള്ള ആ ഒരു മോഡ് ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടാമത്തെ കോളത്തിൽ ചാടുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് വെക്കുന്ന എമൗണ്ടിൻ്റെ 2 ഇരട്ടിയായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3-ാമത്തെ 4-ാമത്തെ കോളത്തിലാകുമ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ഔട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിവാർഡ് അത്രയും കിട്ടുന്നതായിരിക്കും. അപ്പം അങ്ങനെ മാത്രം നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതി തന്നെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നേടാൻ കഴിയുന്നതാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇതിനകത്തിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻകരുതൽ വെച്ച് മാത്രം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യാവും. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ ചാനലിനകത്തിൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പല ഗെയിംസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ പിൻഡ് കമൻറ്റ് നമ്മൾ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ചിക്കൻ റൺ ഗെയിമിനെ പറ്റി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ. എന്താണിത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഭവം വർക്ക് ആവുന്നതെന്നൊക്കെയാൽ. പിന്നെ ഇതിനകത്ത് കിട്ടുന്ന റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്തിലാണെന്നുണ്ടെങ്കിൽ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് തന്നെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.